രാഷ്ട്രങ്ങളും അറബി നാടുകളും എല്ലാം ഇതിൽ പങ്കാളികളാണ്. ഞാൻ UAE-യിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇന്ന് ഔദ്യോഗികമായ മൗലിദ് പാരായണം നടക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതാണ് പരമാർത്ഥം. രാവിലെ തന്നെ അബുദാബി ഖുർആൻ റേഡിയോ 6:30 മുതൽ 8 മണി വരെയുള്ള ടൈം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന് വേണ്ടി നീക്കി വെക്കുകയായിരുന്നു. അതിൽ ഹബീബായ നബി തങ്ങളുടെ ജീവിത ചരിത്രം, സ്വഭാവങ്ങൾ, പ്രവർത്തന മേഖലകൾ, ജന്മദിന ചരിത്രങ്ങൾ, പ്രബോധനങ്ങൾ എല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. അതിന് നേതൃത്വം നൽകിയത് ആരാണെന്നറിയുമോ? UAE-യിലെ ഇസ്ലാമിക വകുപ്പ് ഔക്കാഫിൻ്റെയും സക്കാത്തിൻ്റെയും വകുപ്പായ ഔക്കാഫ് എന്നറിയപ്പെടുന്ന അതോറിറ്റിയുടെ, ഔദ്യോഗിക അതോറിറ്റിയുടെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു ആ മൗലിദിൽ പങ്കെടുത്തിരുന്നത്. UAE-യിലെ ഔദ്യോഗിക കലണ്ടറുകളിലും റബീഉൽ അവ്വൽ 11 മുതൽക്ക് തന്നെ ആ ജന്മദിനത്തിൻ്റെ വരവ് അറിയിക്കുന്ന നിലക്കുള്ള വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന ആയത്ത് എഴുതി പ്രദർശിപ്പിക്കുന്നു. 12-ലാണെങ്കിലോ ആ കലണ്ടറിൽ UAE-യുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സ്വാഹിബുസ്സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് കലണ്ടറിൽ നൽകിയിട്ടുള്ളത്. ഈ പുണ്യ ജന്മദിനം ഓർക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ മഹത്വമേറിയ സ്വഭാവങ്ങൾ അത് നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് മനുഷ്യപരമായ വിജയത്തിനും ഗുണത്തിനും ഉള്ള വഴി എന്ന് അദ്ദേഹം ആ സന്ദേശത്തിൽ പറയുകയാണ്. ഇനി വെള്ളിയാഴ്ചയുടെ ഖുതുബ, നാളെ നടക്കുന്ന ഖുതുബയിൽ വെറും മൗലിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആദ്യം കുറേ ഹദീസ് പറയുന്നു, പിന്നെ കുറേ ബൈത്തുകൾ, പിന്നെയും ഹദീസ്, പിന്നെയും ബൈത്തുകൾ. ആ നിലക്കാണ് ഖുതുബ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങളും അവരുടേതായ രീതിയിൽ ഔദ്യോഗികമായും അല്ലാതെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആവേശകരമായ രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.